എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈദ്യുതകാന്തിക പ്രേരണ തത്വത്തിന്റെ അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടർ തുടങ്ങിയവ. ഇവയൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അഥവാ ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. അതായത് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. മൈക്രോഫോൺ കൺവേർട്സ് സൗണ്ട് എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ചലിക്കും ചുരുൾ മൈക്രോഫോണിനെ കുറിച്ച് വിശദമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചലിക്കും ചുരുൾ മൈക്രോഫോണിലെ അഥവാ മൂവിംഗ് കോയിൽ മൈക്രോഫോണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഡയഫ്രം, ഫീൽഡ് മാഗ്നറ്റ് അഥവാ സ്ഥിരകാന്തം, വോയിസ് കോയിൽ തുടങ്ങിയവ. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ അഥവാ ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ എൻ എസ് എന്ന് കാണിച്ചിട്ടുള്ളത് ഫീൽഡ് മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ സ്ഥിരകാന്തത്തിന്റെ നോർത്ത് പോളും സൗത്ത് പോളുമാണ്. കാന്തത്തിനിടയിൽ ഒരു സോളിനോയിഡ് വെച്ചിരിക്കുന്നു. ഈ സോളിനോയിഡിനെ വോയിസ് കോയിൽ എന്ന് വിളിക്കാം. ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുരുളാക്കി അല്ലെങ്കിൽ കോയിലാക്കിയിട്ടാണ് ഈ വോയിസ് കോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ കനം കുറഞ്ഞ ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ് വോയിസ് കോയിലിന് ഉപയോഗിക്കുന്നത്. ഈ വോയിസ് കോയിൽ ഡയഫ്രവുമായി ഉറപ്പിച്ചിരിക്കുന്നു. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഡയഫ്രം കമ്പനം ചെയ്യുന്നതിനനുസരിച്ച് വോയിസ് കോയിലും കമ്പനം ചെയ്യുന്നു. ഡയഫ്രത്തിന് മുന്നിൽ വെച്ച് ശബ്ദം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ശബ്ദത്തിനനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യുന്നു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ ഡയഫ്രത്തെ നമുക്ക് പേപ്പർ കോൺ എന്ന് വിളിക്കാം, കാരണം പേപ്പർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡയഫ്രത്തിന് മുന്നിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യുന്നു. ഡയഫ്രത്തിന്റെ കമ്പനം എന്ന് പറയുന്നത് മുന്നോട്ടും പിന്നോട്ടുമായിരിക്കും. ഡയഫ്രത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ച് ഡയഫ്രവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വോയിസ് കോയിലും ചലിക്കുന്നു. ഈ വോയിസ് കോയിൽ ചലിക്കുന്നത് സ്ഥിരകാന്തത്തിനിടയിൽ വെച്ചാണ്, അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിനിടയിൽ വെച്ചാണ്. മാഗ്നറ്റിക് ഫീൽഡിനിടയിലാണ് ഈ വോയിസ് കോയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വോയിസ് കോയിൽ ചലിക്കുന്നതിനനുസരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം വഴി ഈ വോയിസ് കോയിലിൽ ഒരു കറണ്ട്, ഒരു പ്രേരിത വൈദ്യുതി സംജാതമാകുന്നു. ഈ പ്രേരിത വൈദ്യുതി ഡയഫ്രത്തിന് മുന്നിൽ ഉണ്ടായ ശബ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അങ്ങനെ ശബ്ദത്തിന് ആനുപാതികമായ ഒരു വൈദ്യുതി വോയിസ് കോയിലിൽ ഉണ്ടാവുന്നു. വോയിസ് കോയിലിൽ നിന്നും ബാഹ്യ സർക്യൂട്ടിലേക്ക് ഈ വൈദ്യുതി കടന്നു പോകുന്നു. ഈ വോയിസ് കോയിൽ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ അളവ് വളരെ കുറവായിരിക്കും, വൈദ്യുതിയുടെ തീവ്രത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ശക്തി കൂട്ടുന്നതിന് വേണ്ടി ആംപ്ലിഫയറിലേക്കാണ് ആദ്യം കടത്തിവിടുന്നത്. ആംപ്ലിഫയർ ഈ വൈദ്യുതിയുടെ ശക്തി കൂട്ടി ലൗഡ് സ്പീക്കറിലേക്ക് അയക്കുന്നു. ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? ലൗഡ് സ്പീക്കർ ഈ വൈദ്യുതിയെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. അങ്ങനെ ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടുന്നു. മൈക്രോഫോണിന് മുന്നിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിച്ചാൽ കോയിലിൽ ശബ്ദത്തിനനുസൃതമായ ഒരു വൈദ്യുതി ഉണ്ടാകുന്നു. മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ ദുർബലമായതിനാൽ അഥവാ വീക്ക് ആയതിനാൽ ഇവയെ ശക്തീകരിക്കുന്നതിനായി അഥവാ ബൂസ്റ്റ് ചെയ്യുന്നതിനായി ആംപ്ലിഫയറിൽ എത്തിക്കുന്നു. ആംപ്ലിഫയറിൽ എത്തുന്ന സിഗ്നലുകൾ ശക്തി വർദ്ധിപ്പിച്ച ശേഷം ലൗഡ് സ്പീക്കറിലേക്ക് അയക്കുകയും അവിടെ വെച്ച് ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു ടെലഫോണിന്റെ റിസീവറാണ്. ഈ ഭാഗത്താണ് ഇതിന്റെ മൗത്ത് പീസ് ഉള്ളത്. ഈ മൗത്ത് പീസ് ഒരു മൈക്രോഫോണാണ്. നമുക്ക് ഈ റിസീവർ ഒന്ന് തുറന്നു നോക്കി ആ മൈക്രോഫോൺ ഏത് തരമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിത് തുറക്കുകയാണ്.
ഒന്ന് ലൂസാക്കിയിട്ട് ഇതിൻ്റെ ജോയിൻസിൽ നിന്ന് ഇതൊന്ന് എടുക്കാം. അതുപോലെ ഈ സൈഡിലും ഒന്ന് ലൂസാക്കാം. ഇത് പോന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൗത്ത് പീസ്. ഇതാണ് നമ്മുടെ മൗത്ത് പീസ്. നമുക്കതൊന്ന് അവിടെ നിന്ന് എടുക്കാം. ഈ കാണുന്നതാണ് മൈക്രോഫോൺ. ഇത് ഏത് തരത്തിലുള്ള മൈക്രോഫോൺ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പ് മൈക്രോഫോൺ ആണ്. ഇത് നമ്മൾ പഠിച്ച ചലിക്കും ചുരുൾ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അല്ല. ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പ് മൈക്രോഫോൺ ആണ്. ഇതാണ് ഇതിൻ്റെ ഡയഫ്രം. ഈ കറുത്ത നിറത്തിൽ കാണുന്നതാണ് ഡയഫ്രം. ഈ കറുത്ത നിറത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ ഡയഫ്രം. ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് ഈ ഡയഫ്രത്തിൽ തട്ടുമ്പോൾ ഡയഫ്രം കമ്പനം ചെയ്യുന്നു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയായി ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉണ്ട്. എന്താണ് ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ? അതായത് ഈ ക്രിസ്റ്റലിന്റെ മേലെ എന്തെങ്കിലും ഒരു പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും അതിന് ആനുപാതികമായ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈദ്യുതി ഉണ്ടാകും. അതായത് മർദ്ദത്തിന് ആനുപാതികമായ ഒരു വൈദ്യുതി ഈ ക്രിസ്റ്റൽ ഉണ്ടാക്കും. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് ഒരു ക്രിസ്റ്റലാണ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ക്രിസ്റ്റലിൽ ഡയഫ്രം പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ ക്രിസ്റ്റൽ എന്തുണ്ടാക്കും? ഒരു വൈദ്യുതി ഉണ്ടാക്കും. ആ വൈദ്യുതിയാണ് ഈ മൈക്രോഫോണിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ മൗത്ത് പീസിനുള്ളിലുള്ള മൈക്രോഫോൺ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ടൈപ്പ് മൈക്രോഫോൺ ആണ്. ക്രിസ്റ്റൽ എന്ന് വിളിക്കാൻ കാരണം ഇതിനുള്ളിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പലതരത്തിലുള്ള മൈക്രോഫോണുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് അവയെക്കുറിച്ചൊന്ന് നോക്കാം. ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ ഡയഫ്രം താരതമ്യേന മാസ് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന ആവൃത്തിയിൽ അല്ലെങ്കിൽ ഉയർന്ന ഫ്രീക്വൻസിയിൽ ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രവർത്തനം പൂർണ്ണ രൂപത്തിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രകാരന്മാർ പലതരത്തിലുള്ള മൈക്രോഫോണുകൾ കണ്ടുപിടിച്ചു. ചലിക്കും ചുരുൾ മൈക്രോഫോണുകൾ കൂടാതെ ഇന്ന് ഉപയോഗത്തിലുള്ള മൈക്രോഫോണുകളാണ് കാർബൺ മൈക്രോഫോൺ. കാർബൺ തരികൾ അടങ്ങുന്ന അല്ലെങ്കിൽ കാർബൺ ഗ്രാന്യൂൾസ് അടങ്ങുന്ന ബട്ടൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ പേടകമാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ഡയഫ്രം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ലോഹത്തകിട് ബട്ടണിൽ അമർന്നിരിക്കത്തക്ക വിധം ക്രമീകരിച്ചിട്ടുണ്ട്. ശബ്ദ തരംഗങ്ങൾക്ക് അനുസൃതമായി ഡയഫ്രം കമ്പനം ചെയ്യുന്നു. ഈ കമ്പനങ്ങളെ മൈക്രോഫോൺ ശബ്ദത്തിന് അനുസൃതമായ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്നു. ടെലഫോണുകളിലാണ് കാർബൺ മൈക്രോഫോണുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ ടെലഫോൺ എന്ന് പറയുമ്പോൾ പഴയ കാലത്തുള്ള ലാൻഡ് ഫോണുകളിലാണ് ഈ കാർബൺ മൈക്രോഫോണുകൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ക്രിസ്റ്റൽ അല്ലെങ്കിൽ സെറാമിക് മൈക്രോഫോണുകൾ. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകളാണ് ഇത്തരം മൈക്രോഫോണുകളുടെ പ്രധാന ഭാഗം. മർദ്ദം അനുഭവപ്പെടുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവയാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകൾ. ഹാം റേഡിയോകളിൽ ക്രിസ്റ്റൽ മൈക്രോഫോണുകൾ ഉപയോഗിക്കുന്നു. റിബൺ മൈക്രോഫോണുകൾ ഒരു കാന്തിക മണ്ഡലത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ലോഹ റിബണാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ശബ്ദ തരംഗങ്ങൾ റിബണിൽ തട്ടുമ്പോൾ അതിനനുസൃതമായി റിബൺ കാന്തിക മണ്ഡലത്തിൽ ചലിക്കുകയും വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും ചെയ്യുന്നു. കപ്പാസിറ്റർ മൈക്രോഫോണുകൾ, ഇവ കണ്ടൻസർ മൈക്രോഫോണുകൾ എന്നും അറിയപ്പെടുന്നു. അടുത്തടുത്തായി ക്രമീകരിച്ചിട്ടുള്ള രണ്ട് ലോഹത്തകിടുകളാണ് പ്രധാന ഭാഗങ്ങൾ. മുൻവശത്തെ അയവുള്ള പ്ലേറ്റ് ഡയഫ്രമായി പ്രവർത്തിക്കുന്നു. പിറകിലത്തെ പ്ലേറ്റ് ചലിക്കാൻ കഴിവുള്ളതല്ല. ശബ്ദ തരംഗങ്ങൾ മുൻവശത്തെ പ്ലേറ്റിനെ കമ്പനം ചെയ്യിക്കുന്നു. ഇത് കപ്പാസിറ്ററിൽ നിന്നുള്ള വൈദ്യുതിയുടെ വ്യതിയാനത്തിന് കാരണമാകുന്നു.
ശ്രവണ സഹായികളിലാണ് ഇത്തരം മൈക്രോഫോണുകൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അഥവാ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. എന്നാൽ ചലിക്കും ചുരുൾ മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചലിക്കും ചുരുൾ മൈക്രോഫോൺ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണ തത്വം പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അഥവാ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.